കൂടിടാം ഈ സന്ധ്യയിൽ. കളിയും ചിരിയും പങ്കിടാം ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ. കളിയും ചിരിയും പങ്കിടാം ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves Goats and country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ഹലോ 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 നമസ്കാരം. വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപുമായിട്ട് നിങ്ങളുടെ കൂടെ ഇറ്റ്സ് മീ മീനു. സോ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ ഒത്തിരി സങ്കടമുള്ളൊരു ദിവസമാണ്, മിക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്നറിയോ, ഇന്ന് എനിക്ക് തോന്നുന്നൊരു സംഗീത ലോകത്ത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പ്രതിഭകളെ ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കാം. അതായത് ജന്മദിനം തന്നെ എടുക്കാം. അതിനു മുൻപ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഇനി സംഗീത ലോകത്തെ ആ പ്രതിഭകൾ ആരൊക്കെ നോക്കാം. ഇന്ന് ജനിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികൾ ആരൊക്കെയെന്നറിയോ? പി ജയചന്ദ്രൻ, ഭാവഗായകൻ, നമ്മുടെ സ്വന്തം ജയചന്ദ്രൻ. അതുപോലെ ഏത് ഒരു പാട്ടാണെങ്കിലും ക്ലാസിക്കോ അല്ലെങ്കിൽ ഡപ്പാങ്കുത്തോ എന്തോ ആയിക്കോട്ടെ, അതിനെ അത്രയും സൂപ്പർബാക്കുന്ന വളരെ പെക്യൂലർ ആയിട്ടുള്ളൊരു വോയിസിന് ഉടമയായിട്ടുള്ള ശങ്കർ മഹാദേവൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. പിന്നെ ഒരുപടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, കുറച്ചേ പാടിയിട്ടുള്ളെങ്കിലും ഉള്ള ഗാനങ്ങളൊക്കെ മനോഹരമാക്കിയ ഗായത്രി അശോക്. പിന്നെ ഒരുപാട് ഗാനങ്ങൾ, സുന്ദര ഗാനങ്ങൾ മലയാളത്തിന് പല ഭാഷയിലും ഒക്കെയായിട്ട് സമ്മാനിച്ചിട്ടുള്ള ബോംബെ രവി സാർ. ഇവർ ഇത്രയും പേര് ഇന്നത്തെ ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും ജന്മദിന ആശംസകൾ. അതിൽ ബോംബെ രവി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. പിന്നെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു, ഇന്ന് സംഗീതത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് രവീന്ദ്ര സംഗീതം. എത്ര മനോഹരമായിട്ടുള്ളൊരു ശാഖയാണല്ലേ, ആ പേരിൽ തന്നെ സംഗീതം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. രവീന്ദ്രൻ മാഷ് ഓർമ്മയായതും ഈ ദിവസം തന്നെയാണ്. 2005 അദ്ദേഹം ലോകം വിട്ടു പോയത്, സംഗീത ലോകത്തെ അനാഥമാക്കിക്കൊണ്ട് പോയത്. ഒരുപാട് നല്ല ഗാനങ്ങൾ, എന്ത് ഗാനം തന്നെയാണെങ്കിലും ഈ രാഗങ്ങളിട്ട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നല്ലേ. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ അദ്ദേഹത്തിനെയും ഓർക്കുന്നു, വളരെ ഹൃദയം നിറഞ്ഞ് അത്രയും ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ ഓർക്കുകയാണ്. ഓർക്കുക മാത്രമല്ല, നല്ലൊരു പാട്ട് ഞാൻ സമ്മാനിക്കുന്നു. രവീന്ദ്ര മാഷിൻ്റെ ഒരു ഗാനം തന്നെ നമുക്ക് കേൾക്കാം ഇന്ന് അത്ഭുത ദ്വീപില ആദ്യം. സോ പാട്ട് ദാ വരുന്നു. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. യദുകുലമധുരിമ തഴുകിയ മുരളിയിലൊരു യുഗസംക്രമഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപ് കൂടെയുള്ളത് മീനുവാണ്. സോ ഇന്ന് ഞാൻ ഇൻട്രോയിൽ കുറേയധികം കാര്യങ്ങൾ പറയൂ എന്ന് വിചാരിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. മൊത്തം ബർത്ത്ഡേയും പിന്നെ രവീന്ദ്ര മാഷിൻ്റെ കാര്യവും. ഇനി നമ്മൾ അത്ഭുതങ്ങളിലേക്ക് പോവുകയാണ്, രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു? ഏകാധിപതി ആരായിരുന്നു? തീർച്ചയായിട്ടും അറിയാലേ, അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏകാധിപതി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയോ? അറിയില്ല അല്ലേ? ഒരുപാട് പ്രത്യേകതകൾ. എന്തായാലും ഈ ഹിറ്റ്ലറിനെ കുറിച്ചൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഭീരുവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ട്. വളരെയധികം ഭീരു അല്ലെങ്കിൽ ഒത്തിരി പേടിയുള്ളൊരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ ഒരു ചെറിയ മനുഷ്യനാണ് ലോകത്തെ മുഴുവനും കിടുകിടാന്ന് വിറപ്പിച്ചത്. എന്ത് വിരോധാഭാസമാണല്ലേ. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നത്, പുകഴ്ത്തൽ അല്ലെങ്കിൽ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടെ ആയിരുന്നു. ആ ഒരു പ്രയോഗത്തിലൂടെ ഹിറ്റ്ലറിനെ വീഴ്ത്തിയ ആൾക്കാർ വരെയുണ്ട്. എന്തായാലും രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. അതൊന്നുമല്ല നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഒരു ഫോണിൻ്റെ കാര്യം. ബട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് കേട്ടിരുന്നുള്ളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കണ്ണை விட்டு கன்னம் பட்டு எங்கு போனாய் என் கண்ணீரே என் கண்ணீரே வானம் விட்டு என்னை தொட்டு நீயே வந்தாய் என் கண்ணீரே என் கண்ணீரே
பிழையாய் என்று நின்றாய் நின்றாய் பெண்ணே, இசையாய் என்று கசையாய் என்று கொன்றாய் கொன்றாய் பின்னே. இன்னும் என்ன என்ன செய்வாய் என்னே, உன் விழியோடு நான் புதைவேனோ, காதல் இன்றி ஈரம் இன்றி போனாய் என்னே, உன் மனதோடு நான் முளைப்பேனோ, செதிலாய் செதிலாய் இதயம் முதிர உள்ளே உள்ளே நீ துகளாய் துகளாய் நினைவோச்சிதற நெஞ்சம் எல்லாம் நீ கீறினாயே. தனி உலகினில் உனக்கென நானும் ஓர் உறவென எனக்கென நீயும், அழகாய் பூத்திடும் என் வானமாய் நீயே தெரிந்தாயே. உன் விழியினி எனதென கண்டேன், என் உயிரினி நீ என கொண்டேன், நான் கண்ணிமைக்கும் நொடியினில் பிரிந்தாயே. திடமாய் தூங்கினேன் ஏன் எழுப்பி நீ கொன்றாய் அன்பே, கனவில் இருக்க நீ என் நிஜத்திலே கசந்தாய் பின்பே. யார் யாரோ போலே நாம் இங்கே, நம்முள் பூத்த காதல் எங்கே. கண்ணை விட்டு கன்னம் பட்டு எங்கோ போனாய், வானம் விட்டு என்னை தொட்டு நீ வந்தாய். மழையாய் என்று இழையாய் என்று நின்றாய் நின்றாய் பெண்ணே, இசையாய் என்று கசையாய் என்று கொன்றாய் கொன்றாய் பின்னே பின்னே.
തിരുസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉണർവാൽ പ്രഭാത നിമിഷങ്ങളെ അനുഗ്രഹീതപൂർണമാക്കാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ വഴികളിലൂടെ ഫാദർ ജോസ് അന്ത്യാംകുളം MCBS. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോ. തിരുസന്നിധിയിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ ആത്മീയ വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ബ്രദർ ഷിജു തോമസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപ് കൂടെയുള്ളത് മീനുവാണ്. സോ $1,00,000 ഈ ഒരു ഫോണിന്റെ ലേലത്തുക. അതായത് 67,07,080 രൂപ. ഇതില് ഇന്ത്യൻ രൂപയാണ് കേട്ടോ. 2ാം ലോക മഹായുദ്ധകാലത്ത് കൂട്ടാളികൾക്ക് സന്ദേശം നൽകാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഫോൺ. മെറിലാൻഡിലെ ലേല കമ്പനിയാണ് ഫോൺ ലേലത്തിന് വയ്ക്കുന്നത്. ചരിത്രത്തിലെ നിർണായകമായ നിരവധി സന്ദേശങ്ങൾ കൈമാറിയ ഈ ഫോൺ മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കേട്ടോ. ഏകദേശം 10 ലക്ഷം പേരെ വധിക്കാൻ ഈ ഫോൺ വഴി ഹിറ്റ്ലർ സന്ദേശം നൽകിയതായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. അമേരിക്കയിലെ ലെക്സാഡ ഹൗസിലാണ് ലേലം നടക്കുക. റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ റാൽഫ് റൈനർ ഹിറ്റ്ലറിന്റെ ബംഗാൾ സന്ദർശിക്കുമ്പോഴാണ് ഈ ഒരു ഫോൺ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ഫോൺ ലേലത്തിന് വെച്ചിരിക്കുന്നത്. എന്താണ് ക്രൂരനായിട്ടുള്ള ഒരു ഏകാധിപതിയുടെ അതിക്രൂരമായിട്ടുള്ള നടപടികൾക്ക് സന്ദേശം കൊടുത്തിരുന്ന അല്ലെങ്കിൽ കൂട്ടുനിന്നിരുന്ന ഫോൺ ലേലത്തുകയിൽ മാറ്റമൊന്നുമില്ല. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കാൻ വേണോ? വേണ്ടല്ലേ. പാട്ട് വരുന്നുണ്ട്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की ठंडक, तू ही दिल की है दस्तक. और कुछ ना जानू मैं, बस इतना ही जानू तुझ में रब दिखता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. सजदे सर झुकता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. मजबूरी मैंने नजरों से तुझे छू लिया. हो कभी तेरी खुशबू, कभी तेरी बातें, बिन मांगे ये जहां पा लिया. तू ही दिल की है रौनक, तू ही जन्मों की दौलत. और कुछ ना जानू, बस इतना ही जानू तुझ में रब दिखता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. सजदे सर झुकता है यारा, मैं क्या करूं. तुझ में रब दिखता है यारा, मैं क्या करूं. छम आए मुझे तरसाए, तेरा साया छेड़ के चूमता. ओ तुझ मुस्काए, तुझ शर्माए,
जैसे मेरा है खुदा झूमता, तू ही मेरी है बरकत, तू ही मेरी इबादत, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं। നടന ഹാസ്യരാഗോത്സവം 2017 ലണ്ടനിലെ ഈസ്റ്റർ വിഷു ദിനങ്ങൾ ആഘോഷമാക്കുവാൻ നടന ഹാസ്യരാഗോത്സവം 2017 ഒരുങ്ങുന്നു. D3 D4 നിങ്ങൾക്ക് സുപരിചിതരായ ഡാൻസ് ക്രൂ അലിയൻസിന്റെ നൃത്തവിരുന്ന്, ഒപ്പം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ ശ്രീ പന്തളം ബാലൻ, അഖില ആനന്ദ്, രഞ്ജിത്ത് കണിച്ചിക്കുളങ്ങര, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനൂപ്, മുരളി പുനലൂർ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന്. ഈസ്റ്റ് ഹാം, വാട്ട്ഫോർഡ്, വോക്കിംഗ്, ലെസ്റ്റർ, ബെൽഫാസ്റ്റ്, ഗ്ലാസ്ഗോ, അയർലൻഡ്, നോർത്തേൺ അയർലൻഡ്, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, സതാംപ്ടൺ എന്നിവിടങ്ങളിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് 7727253424 7515029819. ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ, കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരിമഷി എഴുതിയതാരാണ്? അന്തിക്ക് ചെന്തെങ്കിൽ പറന്നിറങ്ങും മേലെ മാനത്തെ കുന്നത്തെ പൊന്നമ്പിളി, അരിമുല്ല മേൽ കാറ്റ് കളിയാടുമ്പോൾ എന്റെ ചിരിച്ചിപ്പു കിലുക്കണതാരാണ്? പൂമാലക്കാവിൽ പൂരക്കാലം ചിങ്ങപ്പൂത്തുമ്പി പെണ്ണിൻ കല്യാണം, ചിങ്കാരച്ചാന്തും മിന്നും പൊന്നും പുള്ളിപ്പാവാടയും പത്തും വാങ്ങീണം, കന്നിക്കതളിപ്പൊൻ കൂടപ്പന്റെ കളിവെള്ളം നെല്ലിത്തുഴഞ്ഞിതിലെ നീ പെണ്ണെ പോരുകില്ലേ? എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ, കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരിമഷി എഴുതിയതാരാണ്? മഞ്ഞിൽ മേയ പോകാം വെള്ളി വെള്ളാരം കല്ലിന്മേൽ കൂട
എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരിമഷി എഴുതിയതാരാണ് അന്തിക്ക് ചെണ്ടെങ്കിൽ പറന്നിറങ്ങും മേലെ മാനത്തെ കുന്നത്തെ പൊന്നമ്പിളി അരിമുല്ലമേൽ കാറ്റ് കളിയാടുമ്പോൾ എന്റെ ചിരിച്ചെപ്പു കിലുക്കണതാരാണ് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കണോ അത്ഭുത ദ്വീപ് കൂടെ മീനുവാണ്. പുലിമുരുകൻ സിനിമ കണ്ടതാണോ? കണ്ടു അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും. എത്രയോ പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ടുള്ളവരും ഇനി കാണാതെ കേട്ടിട്ടുള്ളവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ്. മോഹൻലാൽ സ്റ്റാർ ചെയ്യുന്നു, കമാലിനി മുഖർജിയൊക്കെ ഉണ്ട് കൂടെ. ഇതിൽ നമ്മുടെ ബ്രിട്ടീഷ് അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഹോളിവുഡ് ചിത്രങ്ങളെ അപേക്ഷിച്ച് മലയാളത്തിൽ ഇങ്ങനെ ഒരു പുലി അല്ലെങ്കിൽ പട്ടി ഇതിനെയൊക്കെ വെച്ച് ക്യാരക്ടേഴ്സ് ആക്കിയിട്ടൊരു ഫിലിം എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ഗ്രാഫിക്സിൽ തന്നെ ആ ഒരു പാകപ്പിഴം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഫൈറ്റ് സീനൊക്കെ ചിലതിലൊക്കെ പാവയെ വെച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതായത് മോഹൻലാൽ ഒറിജിനൽ അല്ലാത്ത ജീവനില്ലാത്ത പാവയെ പഴയ സിനിമകളിൽ കണ്ടിരുന്ന പോലെ തന്നെ പാവയെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇതെന്താ ഇപ്പോൾ പുലിമുരുകനും പാവയെന്നൊക്കെയല്ലേ. ഈ പാവ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ സിനിമയിൽ നമ്മളെയൊക്കെ പറ്റിക്കുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു മെറ്റീരിയൽ ആക്കി വെച്ചുകൊണ്ട് മനുഷ്യന്മാരെ മാത്രമല്ല പറ്റിക്കുന്നത്, മൃഗങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 കൊച്ചു മൃഗങ്ങളെ, ഒരു കുഞ്ഞു മൃഗങ്ങളെ. എവിടെയാണെന്നറിയോ? എന്താണ് സംഗതി എന്നറിയോ? പറയാം. എന്തായാലും ഇത്രയും കേട്ടില്ലേ, ഒരു പാട്ടും കൂടെ കേട്ടോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാവഴുത്തേ നീ വരുകില്ലേ. മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. കുന്നിറങ്ങും ചെമ്മുകിൽ ചുവപ്പും മന്തിക്കെത്തും മഞ്ഞും തണുപ്പും ഓമനകൾ കുടിലിൽ ഇവിടെ കിളിയേ. കാന്താരി ചുവപ്പല്ലേ കാട്ടാരൻ ചിരിയല്ലേ മുന്നിലെത്തി പമ്മി പതുങ്ങുമ്പോ പൊന്മാനാവണ് നീ. പിറകിലഞ്ഞേ ഞാൻ നിൻ ചിരിയിലലിഞ്ഞേ ഉടലിതുണർന്നേ പീലിക്കവായി. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാവഴുത്തേ നീ വരുകില്ലേ. മാമലമേട്ടിൽ തേനെടുത്ത് കരളിൻ നിലയിൽ തന്നതല്ലേ നീ പൊന്നേ. മാരിയമ്മൻ കോവിലിൽ നിന്നേ വേലക്കാലം വന്നു കഴിഞ്ഞേ ചാന്തും പൊട്ടും വളയും വേണ്ടേടി കിളിയേ.
മഴയിലലിഞ്ഞേ നീരാവാകേ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ കളിയിൽ ഒളിച്ചേ ഞാനീ കാടാകെ ആസ്വദിക്കൂ ഓരോ നിമിഷവും ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപ്. കൂടെയുള്ളത് മീനുവാണ്. അമ്മയില്ലാത്ത കടുവ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു പാവ, ഒരു കടുവ പാവ. മധ്യപ്രദേശിലെ ബാന്ധവ്ഗഡ് ദേശീയോദ്യാനത്തിലാണ് കേട്ടോ അമ്മയില്ലാത്ത കടുവ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായിട്ട് പാവയെ നൽകിയത്. അമ്മ കടുവയുടെ മരണത്തിന് ശേഷം അനാഥരായിട്ടുള്ള കടുവ കുഞ്ഞുങ്ങളെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അധികൃതര് കടുവയുടെ രൂപത്തിലുള്ള ഒരു പാവയെ കൂട്ടിൽ വെച്ചത്. അമ്മ കടുവ മരിച്ചതിനെ തുടർന്ന് 3 കുഞ്ഞുങ്ങളാണ് അനാഥരായിരിക്കുന്നത്. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങൾക്കും ഇപ്പോഴുള്ള നാഥ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അമ്മ എന്ന് പറയുന്നത് ഈ ഒരു പാവക്കടുവയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത്? അവന് ഏറ്റവും കൂടുതൽ വേണ്ടത് അമ്മയുടെ സാമീപ്യം തന്നെയാണ്. അമ്മ നൽകുന്ന സ്നേഹം, അമ്മ നൽകുന്ന കരുതൽ, അമ്മ നൽകുന്ന പാൽ. ഒന്നും അറിയില്ലല്ലേ, എല്ലാവരെയും പറ്റിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രമല്ല മൃഗങ്ങളെയും എപ്പോഴും പറ്റിക്കുന്നുണ്ട്, ഇപ്പോഴും പറ്റിക്കുന്നു. പക്ഷെ എന്താ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലേ. ഇത് അത്ഭുതമോ രസകരമോ ആയിട്ടുള്ള കാര്യമല്ല, ഇറ്റ്സ് എ ഫാക്ട്. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അനാഥരാവുക എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സെയിം ഫീലിംഗ് ഉണ്ട്. സോ മൂവിങ് ഓൺ ടു ആ നെക്സ്റ്റ് സോങ്. കേട്ടിരുന്നോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തു കാത്തൊരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരഞ്ഞാടിയാടി ഉറങ്ങൂ നീ, ആകാശത്തൂ ഞാനാട് നീ, കാടാക്കി നാകണ്ടുറങ്ങൂ നീ.
ആകാശത്തൂഞ്ഞാലാട് നീ കാണാക്കി നാട്ടുറങ്ങു നീ ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ ചരഞ്ഞാടിയാടി ഉറങ്ങു നീ ആകാശത്തൂഞ്ഞാലാട് നീ കാണാക്കി നാട്ടുറങ്ങു നീ. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. സമയലറയിൽ നാണുപ്പ സർക്കരയാ നീ പഠിക്കുമറയിൽ ഞാൻ കൺകളാ പുസ്തകമാ സമയലറയിൽ നാണുപ്പ സർക്കരയാ നീ പഠിക്കുമറയിൽ நான் கண்களா புத்தகமா நீ விரல்கள் என்றால் நான் நகமா மோதிரமா நீதழ்கள் என்றால் நான் முத்தமா புன்னகையா நீ அழகு என்றால் நான் கவியா ஓவியனா உன் சமையலறையில் நான் முப்பா சர்க்கரையா படிக்கும் அறையில் நான் கண்களா புத்தகமா ஸ்பரிசங்களா நீ குழந்தை என்றால் நான் தொட்டிலா தாலாட்டா நீ தூக்கம் என்றால் நான் மடியா தலையணையா சமையலறையில் நானும் சர்க்கரையா நீ படிக்கும் அறையில் நான் கண்களா புத்தகமா கைதி என்றால் நான் சிறையா தண்டனையா நீ மொழிகள் என்றால் நான் தமிழா ஓசைகளா நீ புதுவை என்றால் நான் பாரதியா பாரதிதாசனா நீ தனிமை என்றால் நான் துணையா தூரத்திலா நீ துணைதான் என்றால் நான் பேசவா யோசிக்கவா
நீ திரும்பி நின்றால் நான் நிற்கவா போய்விடவா நீ போகிறாய் என்றால் நான் அழைக்கவா அழுதிடவா நீ காதல் என்றால் நான் சரியா தவறா வலது கையில் 10 விரல் என் இடது கையில் 10 விரல் தூரத்து வேகம் தூரங்கள் சிந்த தீர்த்த மழையில் தீக்குளிப்போ. You are listening London Malayalam Radio. അങ്ങനെ വീണ്ടും നമ്മൾ തിരികെ തിരിക്കുന്നു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് കൂടിയുള്ളത് മീനുവാണ്. ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കഴിയുന്നവരാണ് ഫിലിപ്പീൻസിലെ ബജാവോ വംശം. ജീവിതകാലം മുഴുവനും വെള്ളത്തിൽ. നമ്മുടെ കെട്ടുവെള്ളം പോലെയുള്ള ബോട്ടുകളിലാണ് കേട്ടോ ഇവരുടെ താമസം. ചില വിശേഷ സന്ദർഭങ്ങളിൽ മാത്രമേ ഇവര് കരയിൽ വരൂ. നിപ്പാ മരത്തിന്റെ ഇല കൊണ്ടാണ് ബോട്ടിന് മേൽക്കുര തീർക്കുക. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ അനുസരിച്ച് ഇവരുടെ ജീവിതം. ചടങ്ങുകളാണ് ഇവരുടെ യാത്രയെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകം. വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിൽ യാത്ര അനിവാര്യം. 2 ദ്വീപുകളിലായിട്ട് കിടക്കുന്ന ശ്മശാന ഭൂമിയിലാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തോ അല്ലേ, കുറേ നേരമായി അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്താണ് കാര്യമൊന്നും അറിയുന്നില്ല. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. കടലിൽ ജീവിക്കണ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ കടൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കഴിയുന്ന മനുഷ്യർ, ഫിലിപ്പീൻസിലെ മനുഷ്യർ. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാം പാട്ടിന് ശേഷം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നു കൂടി പോരൂ പോവേ, മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടും മണത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്റെ മുട്ടിയില.
ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉമ്മ തന്നുമ്മയാം കണ്ണുനീർ, ഉമ്മ തന്നുമ്മയാം കണ്ണുനീറനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിന്നമ്പലങ്ങൾ? നെടുവീർപ്പും ഞാനിനി പൂമാലയാക്കും, ഗദ്ഗതങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗദ്ഗതങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. മങ്ങിയ നിന്നലം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിഞ്ഞേക്കാം. അന്നോളം നീ എന്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉമ്മ തന്നുമ്മയാം കണ്ണുനീർ, ഉമ്മ തന്നുമ്മയാം കണ്ണുനീറനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഒരിക്കൽ കൂടി തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് കൂടെയുള്ളത് മീനുവാണ്. മരിച്ച ആളുകളുടെ എല്ലുകൾ ഇവര് സൂക്ഷിക്കും കേട്ടോ.
ഇതിനുശേഷം ശവകുടീരം ഇടയ്ക്കിടെ സന്ദർശിക്കും. മരിച്ചയാളുടെ ബന്ധുക്കൾ ശരിയായി വിലപിച്ചില്ലെങ്കിൽ ആത്മാവ് തങ്ങളിൽ കയറിപ്പറ്റുമെന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. കുടിവെള്ളം, വിറക്, ധാന്യങ്ങൾ എന്നിവ കരയിൽ നിന്ന് മേടിക്കും. തിരിച്ച് മത്സ്യങ്ങളും നൽകും. മീൻപിടുത്തമാണ് ബജാവുക്കളുടെ തൊഴിൽ. അപകടകരമായിട്ടുള്ള പാറക്കെട്ടുകളും പവിഴപ്പുറ്റുകളും നിറഞ്ഞ ശക്തമായ അടിയൊഴുക്കുള്ള കടലിലൂടെ പോവാൻ അപാരമായിട്ടുള്ള കഴിവാണ് ഇവർക്കുള്ളത്. കടലിന്റെ ഓരോ ഭാഗത്തിനും ഓരോ പേരിട്ടാണ് ബജാവുകൾ വിളിക്കട്ടോ. അതിസാഹസികമായ സ്രാവുകളെ ഇവർ പിടിക്കും. ബോട്ടിനോട് ബന്ധിച്ച ചെറിയ തോണിയിലിരുന്ന് ചൂണ്ടയിട്ട് സ്രാവിനെ കൊടുക്കും. പിന്നീട് കുന്തം കൊണ്ട് കുത്തി സ്രാവിനെ അർദ്ധപ്രാണനാക്കി ബോട്ടിലേക്ക് എടുത്തിടും. സ്രാവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ബോട്ടിന്റെ ചുറ്റും രക്തവർണവും ആകും. ചോരയുടെ മണം കിട്ടി സ്രാവുകൾ കൂട്ടത്തോടെ വരുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ബജാവുകളുടെ വിവാഹ ചടങ്ങുകൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് കേട്ടോ. മുഖത്ത് അരിപ്പൊടിയും ചുണ്ടിലെ ചായവും വാരിപ്പൊത്തിയാണ് വധുവിനെ അലങ്കരിക്കുക. നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങളിലെ വാദ്യങ്ങളുടെ അകമ്പടിയോടെ വധൂവരന്മാർ ഇരുന്നു. അതിനുശേഷം കരയിൽ തയ്യാറാക്കിയ മുറിയിൽ പായയിലിരിക്കുന്നു. പാട്ടുപാടാൻ വേണ്ടിയുള്ള മുറിയാണ് കേട്ടോ ഇത്. സംഗീതത്തിനനുസരിച്ച് വധൂവരന്മാർ നൃത്തം ചെയ്യുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു. വധൂവരന്മാർ വധുവിന്റെ പിതാവിന്റെ ബോട്ടിലേക്ക് പോകുന്നതോടെ ആഘോഷം അവസാനിക്കുന്നു. ഉറങ്ങുന്നതും എല്ലാം വെള്ളത്തിൽ തന്നെ, ബോട്ടിൽ തന്നെ. എന്ത് ജീവികളാണല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്തായാലും അവിടെ തീർന്നിരിക്കുന്നു. ഇനി വിശേഷങ്ങൾ പറയേണ്ടത് നിങ്ങളാണ്. മെയിലിലൂടെ meenu@lmalive.com മറക്കണ്ട. അപ്പൊ വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. Until then, take care, stay blessed and stay tuned to London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മുത്തമിട്ട നേരം പുത്തൻ പുതുക്കാലം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴി. പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴി. കാണാത്ത ചിറകുള്ള തേരി കാലത്തിൻ കളിത്തോളി മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴി. ചുണ്ടി ചോരുന്ന മധുരം താ